ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റമദാൻ ദർസിലെ ഇന്നത്തെ വിഷയം ശവാൽ മാസത്തിലെ 6 നോമ്പുകൾ എന്നതാണ്. ശവാൽ മാസത്തിലെ 6 നോമ്പുകൾക്ക് മലയാളത്തിൽ പൊതുവെ സാക്ഷി നോമ്പ് എന്നും മലബാർ പ്രദേശങ്ങളിൽ ബൈ നോമ്പ് എന്നും പറയാറുണ്ട്. ഈ ശവാൽ മാസത്തിലെ നോമ്പുകളെക്കുറിച്ച് ഒരു ഹദീസ് ഇപ്രകാരമാണ്. ഹസ്രത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാലിൻ കാന കസിയാമി ദഹർ. ആരെങ്കിലും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അരുൾ ചെയ്യുന്നു, മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അഷ്റു അംസാലിഹ. സൂറ അൻആം ആയത്ത് നമ്പർ 161. ഈ സൂക്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം വ്യാഖ്യാനിച്ചു, നന്മ ചെയ്തവർക്ക് അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അരുളി ചെയ്യുന്നു. ഈ കണക്കനുസരിച്ച് റമദാനിലെ 30 നോമ്പുകൾ 300 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. ശവാൽ മാസത്തിലെ 6 നോമ്പുകൾ 60 ദിവസത്തെ നോമ്പിനും തുല്യമാണ്. അങ്ങനെ ഒരാൾ ഇവ രണ്ടും അനുഷ്ഠിക്കുമ്പോൾ അത് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന് തുല്യമായി മാറുന്നു. ശവാൽ നോമ്പിനെ കുറിച്ച് ഗുൽഷനെ വഖഫ് എന്ന പരിപാടിയിൽ 2013 മാർച്ച് 30 നടന്ന പരിപാടിയിൽ ഹുസൂർ തിരുമനസിനോട് ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ ഹുസൂർ തിരുമനസ് മറുപടി നൽകിയത്, ഒന്നാമത്തെ കാര്യം ശവാൽ മാസത്തിലെ നോമ്പ് ശവാൽ മാസത്തിൽ തന്നെ എടുത്തു തീർക്കണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം റമദാൻ മാസത്തിലെ നോമ്പുകൾ എന്തെങ്കിലും കളയായിട്ടുണ്ടെങ്കിൽ അത് വീട്ടേണ്ടതുണ്ടെങ്കിൽ അത് വർഷം മുഴുവനും വീട്ടാൻ ഉള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അത് വീട്ടിയതിന് ശേഷം മാത്രമേ ശവാൽ നോമ്പ് എടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല. കാരണമായി ഹുസൂർ തിരുമനസ് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു നിവേദനവും കേൾപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഞങ്ങൾ റമദാൻ മാസത്തിലെ വിട്ടുപോയ നോമ്പുകൾ കളയായ നോമ്പുകൾ അടുത്ത ഷാബാൻ വരേക്കും പൂർത്തിയാക്കാറുണ്ടായിരുന്നു. അതായത് റമദാൻ മാസത്തിന് തൊട്ട് മുമ്പ് ഒരു വർഷ കാലയളവിൽ പൂർത്തിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഷവാലിലെ നോമ്പുകളും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഈ ഷവാൽ നോമ്പുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹുസൂർ തിരുമനസും വ്യക്തമാക്കുകയുണ്ടായി, അത് റമദാന് ശേഷം ഈദിൻ്റെ 2ാമത്തെ ദിവസം മുതൽ തുടർച്ചയായി 6 എടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് തുടർച്ചയായി എടുക്കണമെന്നോ എന്നില്ല. ശവാൽ മാസത്തിൽ ത്തിനുള്ളിൽ തന്നെ 6 നോമ്പ് എടുത്ത് തീർത്താൽ മതി എന്നാണ് ഹുസൂർ തിരുമനസ് വ്യക്തമാക്കുകയുണ്ടായത്. ശവാൽ മാസത്തെ നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചില ശാരീരിക ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, റമദാൻ മാസം എന്ന് പറയുന്നത് നമുക്ക് ഒരു അച്ചടക്കത്തിൻ്റെ ഒരു ചിട്ടയായ ശീലത്തിൻ്റെ അധ്യാപനമാണ് നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ചിട്ടയായ അച്ചടക്കത്തിന് ശേഷം പെട്ടെന്ന് നമ്മൾ നോമ്പ് മുറിച്ച് പെരുന്നാളിലേക്ക് കടന്നാൽ അമിതമായ ഭക്ഷണവും അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ക്രമം തെറ്റിയ ചിട്ട തെറ്റിയ രീതിയും അനുവർത്തിച്ച് വീണ്ടും നമ്മുടെ താളം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മടിയിലേക്ക് മനസ്സ് സ്വാഭാവികമായും ചായുന്നതുകൊണ്ട് ശവാൽ നോമ്പുകൾ എടുക്കുന്നതിലൂടെ മനസ്സിന് വീണ്ടും ശവാൽ നോമ്പ് കർത്തവ്യബോധമുള്ളതാക്കുന്നു. അതുപോലെ തന്നെ ഇത് ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ആധുനിക ശാസ്ത്രം അനുശാസിക്കുന്നത് ഓട്ടോഫജി അഥവാ കോശങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രക്രിയ ഈ 6 നോമ്പുകളിലൂടെ പൂർത്തിയാകുന്നു എന്നാണ്. അതായത് ഒരു മാസം മുഴുവനും നമ്മൾ നോമ്പെടുത്ത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലുള്ള മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന പ്രവൃത്തി പെട്ടെന്ന് ഈദിൻ്റെ തുടക്കത്തോടു കൂടി നമ്മൾ അതൊക്കെ തന്നെ പാടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് ഒരു പൂർണ്ണ വിരാമം ഇടുന്നു. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംഗതിയായും നമുക്ക് ശവാൽ നോമ്പിനെ കാണാം. അതുപോലെ തന്നെ ശവാലിലെ 6 ചെറിയ നോമ്പുകൾ നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ ആരാധനയാക്കി നമ്മെ മാറ്റുന്നു എന്നും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ശവാൽ നോമ്പിനെ കുറിച്ച് അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങളോട് ഇപ്രകാരം ഉത്ബോധിപ്പിക്കുകയുണ്ടായി,
റമദാന് ശേഷം ഷവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യയായിരുന്നു. ഈ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് നമ്മുടെ, അതായത് അഹമ്മദികളുടെ കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ മാസത്തെ നോമ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ തഖ്വ അഥവാ ദൈവഭക്തി അഥവാ സൂക്ഷ്മത സ്വായത്തമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ റമദാൻ മാസത്തിന് ശേഷം വളരെ പ്രാധാന്യമേറിയ ഷവാലിലെ നോമ്പുകളും നമ്മൾ ആചരിക്കുന്നവരായി മാറട്ടെ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.